വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മൈൻക്രാഫ്റ്റ് തന്നെയാണ്. ഒരുമിച്ച് നമ്മൾ ഷോ കോർഡിനേഷൻ എല്ലാം ഉണക്കണം. ഇത് കണ്ടോ, ഒരു ചീറ്റില്ല. ചിലർക്ക് ചീറ്റാണെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് ഒരു ചീറ്റുമില്ല. നമ്മൾ എല്ലാം കാണിക്കുന്നതായിരിക്കും, എന്തുണ്ടാക്കിയാലും കാണിക്കുന്നതായിരിക്കും. ഇല്ല എന്നൊന്നും പറയില്ല, കട്ടൊന്നും ആക്കത്തില്ല, എല്ലാം നിങ്ങളെ കാണിക്കും. അപ്പോൾ ഇത് കുറച്ച് ലോങ് ആണ്. ഞാൻ ആദ്യം തന്നെ മരം വെട്ട് ഗൈസ്. മരം വെട്ടിയിട്ട് നമുക്ക് വുഡ് ഉണ്ടാക്കണം. വുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വുഡ് ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ കാര്യങ്ങളുണ്ടാക്കാം. അതായിരിക്കുന്നത് സ്റ്റിക്കും കാര്യം എടുക്കുക. നമ്മൾ സ്പീഡ് റൺ ചെയ്യണം. നമ്മൾ ആക്സ് എടുത്തിട്ട് പിക്കാസ് എടുത്തിട്ട് മറ്റേ സോഡിനാട്ടോ മറ്റേ ബെഡ് റോക്കിൽ ഏറ്റവും പവറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എടുക്കാമെന്ന്. പക്ഷേ ഞാൻ എടുത്തില്ല, ഞാൻ നേരെ പോയി. ഇനിയിപ്പം കുറച്ച് മരം വെട്ടിയിട്ട് എന്ത് ചെയ്യുക, മറ്റേ ചെയ്യും, നമ്മുടെ സാധനം കോബിൾ സ്റ്റോൺ പറക്കണം. കുറച്ചും കൂടെ മരം വെട്ടി വെച്ചൊക്കെ ആവശ്യം വരുമായിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വെച്ചേക്കുന്നത്. നമുക്ക് ആദ്യം മരം ഇപ്പം എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ കാണിക്കാം. തൽക്കാലത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട് ലെങ്ത് കാര്യങ്ങളുണ്ട്, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് തന്നെ ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ഈ കോപ്പറിനൊക്കെ എന്ത് ടൈറ്റാണോ, ഇത്ര പവർ ഇതുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടാ. ഉള്ള കാര്യം പറഞ്ഞല്ല, എനിക്കറിയില്ല. നമുക്ക് ഇപ്പം എന്ത് ചെയ്യണ്ടേ, ഈ സാധനം മാറ്റും. അയ്യോ, കോബിൾ സ്റ്റോൺ എടുക്കണല്ലോ. അത് കോബിൾ സ്റ്റോൺ കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കണം. നമ്മൾ ആവശ്യമുള്ള കോബിൾ സ്റ്റോൺ ഇപ്പം ഇത്ര മതിയില്ലേ? ഇത്ര മതിയെന്നാണ്. നമ്മൾ സ്പീഡ് ചെയ്യുമ്പോഴത്തെ ബ്രിക്കൊക്കെ ചെയ്ത് നമ്മൾ വീട് ഉണ്ടാക്കണമെന്നൊരു സംശയത്തിലാണ്. നമ്മൾ ഇവിടെ മറ്റേതുണ്ട്. നമുക്ക് വില്ലേജ് കണ്ടെത്തിയിട്ട് കാണാം ഗൈസ്. കാണാം, ഒരുപാട് ലെങ്തി ഉണ്ട്. അതുകൊണ്ടാണ് വില്ലേജ് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാം. വില്ലേജ് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് നമുക്കൊരു സാധനം ഉണ്ടാക്കണമല്ലോ. മരം ഒരു സ്റ്റിക്ക്, നമ്മൾ കോബിൾ സ്റ്റോണിൻ്റെ സാധനമില്ല, അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാം. എന്തിയുടെ നമുക്ക് ആക്സും പിക്കാസും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ പ്രാവശ്യം. ഇനിയിപ്പോൾ നമുക്കൊരു വില്ലേജാണ് നമ്മുടെ നമ്മുടെ വില്ലേജാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അതോ ഇരിക്കുന്ന വില്ലേജ്. നമുക്ക് അവസാനം വില്ലേജ് കാര്യങ്ങൾ കേട്ട് എത്ര നേരം എടുത്തു കണ്ടാലും, കുറേ നേരം എടുത്തിട്ടാണ് ഇപ്പോൾ കണ്ടെടുത്തത്. ഇപ്പോൾ തന്നെ ഒരു 20 മിനിറ്റും കണ്ടായിട്ടുണ്ട്. കുറേ നേരം നോക്കി ഒരാണ് കിട്ടിയെന്ന് കണ്ടാലും നമുക്ക് ഇതിപ്പോൾ അയൺ പിക്കാസ് വെച്ച് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബെഡ് സെറ്റ് ആക്കണം. ബെഡ് കിട്ടി. നമുക്ക് ഇനിയിപ്പോൾ ലൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതും പഠിച്ചുകൊണ്ട് പോവാം. എന്നിട്ട് നമുക്ക് ഹെവിയിൽ കളിക്കുക. ഹെവിയിൽ കളിക്കുകയെന്ന് വെച്ചാൽ ബ്രെഡ് ഉണ്ടാക്കാനാണ്. നമുക്ക് ഇനിയിപ്പം ബ്രെഡ് ഉണ്ടാക്കിയിട്ട് എന്തിനാന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പോൾ ഇതിൻ്റെ കൂടെ 402 മൈനസ് 402.78 ഓക്കെ സജ്ജ. നമ്മൾ ഈ വില്ലേജ് നോക്കി വെച്ചേക്കാം, ആവശ്യം വരും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇതെല്ലാം പൂച്ചേനെ കണ്ടു കഴിച്ചു. നമുക്ക് പൂച്ചേനെ എടുത്താലോ? മീനെ പഠിക്കണം, അത് കാര്യമാണ്. പൂച്ചേനെ വളർത്തണ്ട്. എന്നാലും ഒരു പൂച്ചനെ വളർത്തിയാലിപ്പോൾ എന്താ കുഴപ്പം? പൂച്ചേൻ്റെ വേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ക്രീപ്പർ അതൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ പൂച്ചേനെ വളർത്തണമെന്നൊരു സംശയം. പൂച്ചേനെ വളർത്തണ്ടല്ലോ, വളർത്തണ്ട.
അത് വളർത്തണ്ടെന്ന് ചോദിച്ചവർ എനിക്കിഷ്ടമില്ല. ഇല്ല ഇഷ്ടം അവിടെ പൂച്ചനെ കണ്ടോ, നല്ല രസമുണ്ട് ഈ പൂച്ചനെ കാണാൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മീനെ വെട്ടാം. അതാണ് ഇപ്പം നമ്മുടെ ഇത്. നമ്മുടെ പൂച്ചനെ വെട്ടാൻ മീൻ വേണം, പിന്നെ ഹെൽത്തും ഇല്ല, തീറ്റ വേണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മീൻ എടുക്കണം. പൂച്ചക്കും 12 മീനൊക്കെ വേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താ നോക്കി കണ്ടത്, എന്ത് പാടാ ഈ ഫോണിൽ കളിക്ക്, എന്ത് കഷ്ടമാണ്. ഒന്ന് എൻ്റെ പൊന്നോ ഹെൽത്തും ഇല്ല. നമുക്കിപ്പം അടിയിലേക്ക് ഹെൽത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും മീനെ പേടിക്കാം. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കും. മറ്റേ പൂച്ചനെ കിട്ടി. എന്താടാ അജ്ജ്, ശുഭദിനം. ഇനിയിപ്പോൾ നമുക്ക് ലൂട്ട് എടുക്കണം. എൻ്റെ പൊന്നു സമ്മതി ഇവിടെ എത്തിയിട്ടുണ്ട്. രാത്രിയായി, നമുക്ക് കിടക്കാൻ കൂടെ. അയ്യോ കിടക്കട്ടെ. നമ്മൾ കിടന്നിട്ട് നമ്മുടെ ഈ സാധനം എടുത്ത് നോക്കാം, ആവശ്യം വരും. നമുക്ക് ആദ്യം ഓടിപ്പോയി ലൂട്ടെടുക്കട്ടെ. ഹെൽത്ത് നമ്മുടെ ഹങ്കറൊക്കെ പോകട്ടോ. എൻ്റെ പൊന്നു ഒരുപാട് ഓടിയിട്ടാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ചു മറന്നുപോയിന്, എങ്ങനെയൊക്കെ കിട്ടിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ലൂട്ടെടുത്ത് പോവാം. ഇവിടെ ഇന്ന് ശരിയാവത്തില്ല. എൻ്റെ ലൂട്ട് അവിടെ പോയടാ. പോയില്ല, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു പോയെന്ന്. ഒന്നും കാണുന്നില്ലായിരുന്നു, മീനെ മാത്രം കണ്ട്. നമ്മുടെ ഡോൾഫിൻ സഹായിക്കുന്നുണ്ട്, എനിക്കത് മതി. ഇനിയിപ്പം നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരണോ? നമുക്ക് അയങ്കോളെ കൊന്നിട്ട് പോവാം. നമ്മളെ അയങ്കോളം കൊന്നാൽ ഇപ്പം എന്ത് കിട്ടും? ഫുഡ് ട്രൈഡൻറ്റ്. ഇനി വയ്യ എനിക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. പിന്നെ കൊല്ലണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കൊല്ലാൻ നോക്കി നമ്മളും ചാവും. അതുകൊണ്ട് നമ്മളെ ബുദ്ധിപരം നീക്കി പിടിക്കണം. ഇവിടുന്ന് പെട്ടെന്ന് ഓടറാ ഗൈസ്. നമുക്ക് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഫുഡ് തിന്നാം. നമുക്ക് മീനൊന്നും ഇപ്പോൾ തീറ്റക്കില്ല. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ അയങ്കോളം ഉണ്ട്. ഈ ഗോലം ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഗോലം കം ഹിയർ. ഗോലം വേറെ അതായിരിക്കുന്നു. ഗോലത്തിന് ഫുഡ് കഴിക്കണമല്ലോ. ഫുഡ് കഴിക്കണം. അത് വലിയ പ്രോബ്ലം അല്ലേ. നമുക്ക് എല്ലാ സാധനവും എടുത്ത് നോക്കാം. നമുക്ക് ബെഡ് വെച്ചേക്കാം. നേരത്തെ നമ്മൾ ബെഡ് വെക്കാതെ ചത്ത്. ഇനിയിപ്പോൾ ബെഡ് എടുത്തില്ലെങ്കിൽ പണിയാവും കൈസ്. അപ്പോൾ നമുക്ക് ബെഡ് എടുത്തോ. നമ്മൾ അടിച്ചോട്ട് ഓടാനേ. അപ്പം എല്ലാവരും ലൈക്കും ചെയ്യണേ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ കൊല്ലാൻ പോണേ. ഓടിക്കോ. ശുഭദിനം. നമുക്ക് ഇനി ഇങ്ങോട്ട് വരാം. അതാ വണ്ടി. നമ്മളെ സാധനം എടുക്കട്ടെ. സാധനം എടുത്തിട്ട് പണി തുടങ്ങാം. വേട്ടയാടാം. ലെറ്റ്സ് ഗോ. ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചാവത്തില്ല. നമ്മൾ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചേക്കാം, എന്നിട്ട് ഓടാം. അതാണ് സേഫ് പരിപാടി. നമ്മൾ അവനെ ചവല്ലേ എങ്ങനെ ഇരിക്കണ്. വീണ്ടും ഈ പ്രാവശ്യം കൊന്ന് നമ്മളെ കട്ടാക്കിയിട്ടാണ് വോയിസ് അറിയണേ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണുന്നതുകൊണ്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളങ്ങനെയാണ്. അയ്യോ, നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീച്ചെടുക്കണം, ഈ സാധനം എടുക്കണം. കൺഫ്യൂഷൻ ആണല്ലോ മൊത്തം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചേക്കാം. എന്നിട്ട് ഒരു ഷീൽഡും സോഡും ഉണ്ടാക്കുക. നമ്മൾ catch the forest and കൊണ്ടുകൊടുക്കാം. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും സ്റ്റോൺ അയന്തപ്പം. ഇനിയിപ്പോൾ അത് നേരത്തെ കുഴിച്ചപ്പോൾ ഒരുപാട് ഡേട്ടുണ്ട്. ഇനിയിപ്പോഴും കുഴിച്ചപ്പോൾ ഭയങ്കര ഡേട്ടാട്ടാ. ഇതുകൊണ്ട് കഴിയുന്നില്ല. അതൊക്കെ കൊള്ളാം.
2 പ്രാവശ്യം ആക്കിയപ്പോൾ തന്നെ വന്നല്ലോ മോനെ. നീ എന്തുവാണ് മോനെ, നീ എന്തുവാണ്? നമുക്ക് ഇതിപ്പോൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. എന്നിട്ടൊരു വീട് കാര്യങ്ങൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു ഫർണസ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആക്ച്വലി വന്നത്. നമ്മൾ എപ്പോഴാണ് ഓർത്തത് ആരും പക്ഷേ നമ്മൾ ഇതാക്കണം. അതാണ് നമ്മുടെ ജോലി എന്താണെങ്കിലും കുറച്ച് പാടാണ്. നമുക്ക് ഇനിയിപ്പോൾ ലെങ്തായിട്ട് കൂട്ടി വരണം. ബിക്കോസ് ലോങ് വീഡിയോ ഇസ് വെരി വെരി ഹാർഡ്. അപ്പോൾ വീഡിയോ ഇടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊതിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഒരു അയം വെച്ച് സ്മെൽറ്റാക്കാം. സ്മെൽറ്റാക്കി നമ്മൾ അടുത്ത പ്രാവശ്യം പറഞ്ഞ പോലെ വില്ലേജർ വീടർ ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ ഈസിയാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഈസിയല്ലോ, ഈസി ബീസി. അത് നമ്മൾ അയങ്കോളത്തിൻ്റെ സംഭവം ഉണ്ടാക്കും. അത് എന്തായാലും വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കാര്യങ്ങൾ വന്നിരുന്നിട്ടാ നമ്മൾ അവിടുന്ന് അയൺ സ്പെൻറ്റാക്കി. അപ്പോൾ നമ്മൾ അത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഗേൾ അടിച്ചത്. കണ്ടു ഗൈസ്, നെതർ ഫോർട്രസ് പോട്ട് നമ്മുടെ എന്തേലും പോട്ടറില്ലേ അത് കിട്ടി. പോയിൻ്റ് എടുത്ത് തന്നെ ഷിപ്പും ഉണ്ട് ഗൈസ്. എന്ത് ഗോളാന്ന് നോക്കിക്കേ. ബാമ്പു ഏരിയ മറ്റേ ഫ്രോഗിൻ്റെ ഏരിയ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടി. ഗോൾ അടിച്ചു ഗൈസ്. ഞാനിപ്പം വിചാരിച്ചു നമുക്ക് ഇവിടെ നൈസായിട്ട് വീട് വെച്ചാലോ എന്ന് വിചാരിക്കുക. കാരണം എനിക്കിനി വീട് വെക്കണ്ടേ. അപ്പോൾ ബോട്ട് നമ്മൾ ബിൽഡാക്കി, നമ്മളാണ് ഈ ബോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. നമുക്ക് ബോട്ട് കിട്ടി ഗൈസ്. ഇനിയിപ്പോൾ നമ്മളാണ് വൺ പീസിൻ്റെ ലൂഫി. നമ്മളിനിപ്പോൾ ബോട്ടിൽ കൂടെ യാത്ര ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബോട്ടും കിട്ടി, അവിടെ പോട്ടറും കിട്ടി. ഇപ്പോൾ എനിക്ക് ഡബിൾ ഹാപ്പി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രാത്രിയായി. നിനക്ക് ഇവിടെ ഇത് വെച്ചേക്കാം. അത് ശരി, ഇതെന്താ ഹൊയ് നമ്മുടെ ബെഡ് എന്ത് ചെയ്യും നോക്കട്ടെ. ഹോമ്പി നമ്മൾ അവിടെ വെച്ച ബെഡ് ഇതുവരെ എടുത്തില്ലായിരുന്നു. ശുഭദിനം ഗായ്സ്, നമ്മൾ ബെഡ് വെച്ചില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. ഇനി സോമ്പിനെ നമുക്ക് വേറെ വഴിയുണ്ടല്ല. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ചെയ്താൽ മതി. ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ബ്രിഡ്ജ് ചെയ്ത് ആക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതായിട്ട് വേണം. ബ്രിഡ്ജ് ചെയ്തിട്ട് നേരെ ബോട്ടിലേക്ക് കയറാം. അതാണ് ഏറ്റവും സേഫ് പരിപാടി. അവിടെ അത് കണ്ടോ കുഞ്ഞാമ്മ, എന്ത് കുഞ്ഞാടാ, സാഞ്ചിൻ്റെ അത്ര പോലും ഇല്ലല്ലോ. സോ സാഡ്. നമുക്ക് ഇനിയിപ്പോൾ ഇത് ബ്രിഡ്ജ് ഇതാക്കാം. ആക്കിയിട്ട് ഇതൊരാക്ക്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? എൻ്റെ പൊന്നോ, ഇവിടെ ഇന്ന് ശരിയാവത്തില്ല. നമുക്ക് ബോട്ടിലേക്ക് തന്നെ പോകണം. ഇവിടെ ഡേർട്ട് എടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് സ്പീഡ് ബ്രിഡ്ജ് ചെയ്ത് പോകണം. നമ്മുടെ ഈ സാധനം കണ്ടോ, നമ്മുടെ ഷീൽഡൊന്നും കാണാൻ പറ്റണില്ല ഗൈസ്. നമ്മുടെ ഷീൽഡ് കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് നേരത്തെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തോ പിടിച്ചോ നെക്കിപ്പോൾ തൊട്ട് തുടങ്ങിയത്. ഷീൽഡ് കാണില്ല, ഒന്നും കാണുന്നില്ല. എന്താ സംഭവം എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഷീൽഡ് കാണാൻ പറ്റില്ല, ഇപ്പോഴാണ് കാണുന്നത്. എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം നമുക്കിപ്പോൾ ബെഡില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇങ്ങനെ കുറേ നേരം നിന്നിട്ട് രാവിലെ ഇപ്പം തന്നെ ഹങ്കറെല്ലാം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് കാര്യങ്ങൾ വെച്ചു. ഇവിടെ ലൈറ്റ് വെച്ചു. പിന്നെ അവിടുത്തെ ഒരു വീട്ടിൽ നമ്മൾ വെട്ടിയെടുത്ത് അത് ഇതാണ്. അപ്പോൾ നമ്മൾ അത് തിരിച്ചു വെക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പുതിയേക്കും ബൈ.